ഹായ്, അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഫിഷ് ഗണ്ണാണ്. മീൻ പിടിക്കുന്ന തോക്ക്, നാച്ചുറലായിട്ട് പറഞ്ഞ് മീൻ പിടിക്കുന്ന തോക്ക്. അപ്പോൾ ആ ഫിഷ് ഗൺ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനതൊരു 90% പണി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ച് സെറ്റിംഗ് ആണല്ലോ. ആ സെറ്റിംഗ് നിങ്ങൾക്കായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും വരും വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണ്. ഉണ്ടോ? ഈ ഗണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കിവിടെ ഒരു എക്സ്ട്രാ പീസും ഇതിൽ എക്സ്ട്രാ പീസും കൊടുക്കും. ആദ്യം നമുക്കിത് രണ്ടെന്താണെന്ന് പറയാം. ഇത് നമ്മൾ തെറ്റാലി മോഡൽ ഗണ്ണ് കൊടുക്കാനാണ് നമുക്ക് ഈ സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെച്ചുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലാണ് നമ്മുടെ ഈ തെറ്റാലിയുടെ ഈ സെറ്റപ്പ് വരുന്നത്. ഉണ്ടോ? ഇത് ഞാൻ ഓൾറെഡി പണി കഴിഞ്ഞ് വെച്ചത്. ഇത് നമ്മുടെ ബാമ്പു മുള കൊണ്ട് നമ്മൾ ലീഫ് പോലെ കീറിയിട്ട് അത് കൂട്ടി ജോയിൻ ചെയ്തിരിക്കുക. എന്നിട്ട് അതിന് നമ്മൾ ടാഗും ഇൻസുലേഷനും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കയറും കൂടി ചുറ്റി സെറ്റാക്കി വെച്ചിരിക്കും. ഇതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയുടെ പുറകെ നമുക്ക് കാണിക്കാവുന്നുള്ളൂ. ഇനി ഗണ്ണിലേക്ക് വരാം. കണ്ടോ, നമ്മൾ ഗണ്ണ് കണ്ടോ? ഫിഷിങ് ഗണ്ണാണ്, നമ്മുടെ മീൻ പിടിക്കുന്ന ഗണ്ണാണ്. അപ്പോൾ നമ്മൾ ഗണ്ണിൻ്റെ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ലെവലായിരിക്കും. ഒരു കാരണവശാലും ബെൻഡ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇതും ബെൻഡ് വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പോയിൻ്റ് മാറ്റം വരും. ഓക്കെ, ഇതിലൊരു സ്ലോട്ട് എടുത്തിട്ടുണ്ട്. സ്ലോട്ട് എന്ന് വെച്ചാൽ നമുക്ക് അമ്പ് വെക്കാനാണ്. നമ്മുടെ അമ്പാണ്, ഇതാണ് നമ്മുടെ അമ്പ്. ഈ അമ്പ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തേക്കിൻ്റെ തടി റീപ്പർ കൊണ്ട് ഉഴിഞ്ഞുണ്ടാക്കിയെടുത്ത സാധനമാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നുണ്ടോ, ഈ അമ്പിൽ അമ്പിനെ കുറിച്ചൊന്ന് പറയാം. നമുക്ക് ഈ അമ്പ് നമ്മൾ ഇതിനുള്ളിൽ കമ്പി കയറ്റി ചെയ്യുക. സൂമി കാണിച്ചിട്ട് കീറിയിട്ട് കമ്പി ഗമ്മിട്ട് ചുറ്റിയിരിക്കുക. അപ്പോൾ ഇത് മതി നമുക്ക് മീൻ പിടിക്കാൻ. നമ്മൾ വലിയ എന്താ പറയുക, കടലിലൊന്നും പോയി പിടിക്കുന്നത്, നമ്മൾ തോടുകളിലും പുഴകളിലും പിടിക്കാൻ ധാരാളമാണ്. അപ്പോൾ ഇതിനെ പിടിച്ച് നമ്മളിതിന് തുമ്പത്തിൽ ഉടക്കും വെച്ച് നമ്മൾ കമ്പി സെറ്റ് ചെയ്യും. പമ്പിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഗണ്ണിനെ കുറിച്ച് പറയാം. അപ്പോൾ ഗണ്ണ് നമ്മൾ ഈ ലെവലാക്കിയത് ഇത് നമ്മൾ എക്സ്ട്രാ പീസ് കൊടുത്ത് 2 സ്ക്രൂ ചെയ്ത് വെച്ചു. നമുക്കതെന്ന് വെച്ചാൽ ഗണ്ണ് പിടിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പമ്പിൻ്റെ എൻഡിലുള്ള പൈപ്പിനെ കുറിച്ച് പറയാം. ഇത് സ്റ്റീൽ പൈപ്പാണ്, അരഞ്ച് സ്റ്റീൽ പൈപ്പ്, ബെൻഡില്ലാത്ത അരഞ്ച് സ്റ്റീൽ പൈപ്പ്. അത് നമ്മളിതിൽ സ്ലോട്ട് എടുത്ത് ഈ സ്ലോട്ടിലൂടെ അത് ഇറക്കി വെച്ച് ഗമ്മിട്ട് സെറ്റ് ചെയ്തു. അതിന് പുറമേ നമ്മൾ ടാപ്പ് അടിച്ചു. ഇതിൻ്റെ ഷെയ്ക്ക് വരാണ്ടിരിക്കാൻ നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് അടിച്ച് നോക്കി. ഇനി ഇതിൻ്റെ 2 അറ്റത്ത് കണ്ടു, 2 അറ്റത്ത് നമ്മൾ 2 സ്ലോട്ട് പിടിച്ചു. ഈ സ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയിൻറ്റിങ് ആണ്. നമ്മൾ ഈ സ്ലോട്ടിലൂടെ നോക്കിയാൽ നമ്മൾ ഈ ഹോളിലൂടെ നോക്കുന്നതും ഒരേ ലെവലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോളിൽ അമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ നോക്കാൻ കഴിയില്ല. ഈ അമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ നോക്കാൻ കഴിയില്ല. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പോയിൻ്റ് കാണാൻ നമുക്ക് ഈ പൈപ്പിൻ്റെ മേലെ കൂടെ നോക്കാം. പക്ഷെ അത് ഷാർപ്പായി കാണുന്നില്ല. നമുക്ക് ഇപ്പോൾ ഇത് ഫിഷിങ് ഗണ്ണ് പിടിച്ച് പരിചയമില്ലാത്തത് തീരെ ഒരു പോയിൻ്റ് കിട്ടിപ്പോകുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ 2 സ്ലോട്ട് പിടിച്ചിരിക്കുക. ഈ സ്ലോട്ടിലൂടെ നമുക്ക് നോക്കിയാൽ ഈ ഗ്യാപ്പിലൂടെ നോക്കുന്നതും ഈ ഹോളിലൂടെ നോക്കുന്നതും ഈ സ്ലോട്ടിലൂടെ നോക്കുന്നതും ഒരേ പോയിൻ്റാണ്. അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇത് ലേശം കയറ്റി ഇറക്കി സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാഞ്ചിയിലേക്ക് ഇറക്കാം. ഇതാണ് ഗണ്ണിൻ്റെ കാഞ്ചിയുടെ വട്ട്. ഞാൻ ഇവിടെ ഉപയോഗിച്ചുള്ള കട്ടിങ് വീല്, ഗ്രീൻ വീലിൻ്റെ റൗണ്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അത് കട്ട് ചെയ്തെടുത്താണ്. ഓക്കെ, കാഞ്ചി സെറ്റ് ചെയ്യുന്നത് സിമ്പിളായി കാണിക്കാം. ഇതാണ് നമ്മുടെ കാഞ്ചി സെറ്റ്. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം വരിക. ജസ്റ്റ് ഇതിനെ 8 ബോട്ട് നിങ്ങൾക്കിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി നമ്മൾ 8 ബോട്ട് കാണിക്കണം. ഓക്കെ, ഇതാണ് കാഞ്ചി സെറ്റ്. ഇതിപ്പോൾ ഇതിൽ ലോക്കാണ്. കേട്ടോ, ഈ ലോക്ക് റിലീസ് ചെയ്താൽ വട്ട് കറക്കും. അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഗണ്ണിൻ്റെ ഇവിടെ ഒരു ഹോൾ എടുത്തിട്ടുണ്ട്. കേട്ടോ, ഒരു ഹോള്. ഈ ഹോളിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത്. ആദ്യം നമുക്ക് വട്ടം ഇറക്കി വെക്കാം. ആദ്യം നമ്മൾ വട്ടിങ്ങനെ ഇറക്കി വെക്കുന്നു. അതിനാണ് നമ്മൾക്ക് നമ്മൾ ഈ ബോട്ട് ഇറക്കും. കണ്ടോ, ബോട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ അതിനിട്ടിട്ട് അത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ, ഫ്രീ ആണ്. നിങ്ങൾക്ക് കറങ്ങണം, സോഫ്റ്റ് ഫ്രീ ആയിട്ട് കറങ്ങണം. അപ്പോൾ നമുക്ക് ആ മീൻ അടിക്കുമ്പോൾ അത് ഷേക്കില്ലാണ്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാഞ്ചി. ഈ കാഞ്ചിയിലേക്ക് നമ്മൾ സ്പ്രിങ് പിടിപ്പിച്ചുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഞ്ചി വലിക്കുമ്പോൾ റിട്ടേൺ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ആദ്യം കാഞ്ചി സെറ്റ് ചെയ്യാം. ഓക്കെ, കാഞ്ചി സെറ്റ് ചെയ്യും. ഇനി അതിൻ്റെ സ്പ്രിങ്ങിലൊക്കെ ഞാൻ എടുത്തുള്ള ഒരു സ്ക്രൂ, ഒരു വാഷറാണ്. അത് നമ്മുടെ ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമ്മൾ ഇവിടെ വെച്ച്
ഒന്ന് അമർത്തി കൊടുക്കുക. അവിടെ നിന്ന് ഇനി അതിന് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ടൈറ്റ് ചെയ്തു. കണ്ടോ? അപ്പോൾ നമ്മൾ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ നോക്കൂ, കണ്ടോ, കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ അങ്ങനെ പോയിരുന്നു. നമുക്കതൊന്നും ലൂസ് ലേശം അങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഒരു സ്ലിപ്പിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആ സ്ലിപ്പിങ് വരാൻ പാടില്ല. നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാഞ്ചി അതിന് ഫ്രീ ആയി പോകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്കൊന്നുകൂടി കറക്റ്റ് ചെയ്തിട്ട് ഓക്കെ, കറക്റ്റ് ചെയ്ത സ്ക്രൂവിനെ കറക്റ്റ് ചെയ്ത് നിൽക്കണം. എന്ന് വെച്ചാൽ അത് ഷേക്ക് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ അലൈൻമെൻറ്റിൽ ചെറിയ മാറ്റം വരുമ്പോൾ നമ്മൾ ഹോളുകൾ കറക്റ്റ് ഹോളായി നമുക്ക് തുറക്കുന്നത് ചെറിയ ലൂസ് ഉണ്ടാവും. ആ ലൂസിൻ്റെ പ്ലേ ആണ് അതങ്ങനെ ഷേക്കിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ആ സ്പ്രിങ്ങാണ് സെറ്റ് ചെയ്യും. ഓക്കെ, സ്പ്രിങ് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ കാഞ്ചിയാണ് ആ സെക്ഷൻ. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് വട്ടിൻ്റെ. ഇപ്പോൾ നമ്മൾ ഈ വട്ട് കയറാം, കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ വട്ട് കറങ്ങി. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഇതാ ഓപ്പോസിറ്റ് ഒന്ന് കാഞ്ചി വലിച്ച് വിട്ടിട്ട് ഒന്ന് ഓപ്പോസിറ്റ് കറക്കിയാൽ ലോക്കായി. ഓക്കെ, അപ്പോൾ കാഞ്ചിയുടെ ഫിറ്റിങ് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ബോൾട്ട് ഇട്ട് അതിന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് നൈസ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കത് രണ്ടും മീഡിയം ടൈറ്റിൽ കിട്ടാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ രണ്ട് സെറ്റപ്പാണ് ഒന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ഒന്ന് തെറ്റാലി ടൈപ്പും ഒന്ന് സാധാ ചവണ ടൈപ്പും. അപ്പോൾ ചവണയുടെ സെറ്റപ്പ് നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെയാണ്. നമ്മളെടുത്ത സാധനം എന്ന് വെച്ചാൽ വണ്ടിക്ക് ഉപയോഗിക്കുന്ന മറ്റേ സീറ്ററിങ് ടൈറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആ സാധനം എടുത്ത് നമ്മൾ സ്പ്രിങ് ആണ് ഉള്ളിൽ വരുന്നത്, ട്യൂബിൻ്റെ കഷ്ണങ്ങൾ വെച്ചുള്ള സ്പ്രിങ്ങാണ് കണ്ടോ. ഓക്കെ, അത് ആ സെറ്റിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളിത് ഊരി മാറ്റാൻ വേണ്ടിയിട്ടായ കാരണം നമുക്ക് ഇങ്ങനെ സ്പ്രിങ് വേണം. ഉണ്ടോ? ഈ സ്പ്രിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഊരി മാറ്റാനും ഒക്കെ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് എവിടെ ചെയ്ത ആവശ്യം വരുന്നുണ്ട് നമുക്ക് ഈ സ്പ്രിങ് ഇതാ ഇതിനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലൂടെ ഇട്ടില്ല. ഓക്കെ, ചെറിയ ടൈറ്റ് ഉണ്ടാവും, നമുക്കത് ടൈറ്റ് വേണം. ഓക്കെ, ഉണ്ടോ? അതേപോലെ അതേ ഏത് അലൈൻമെൻറ്റിലാണോ നമ്മൾ നിൽക്കുന്നത് ആദ്യം നമ്മൾ സെൻറ്റർ പിടിക്കുക, രണ്ടിൻ്റെ ഒരേ നീളം കണക്ട് ചെയ്യുക. ഇത് ഏത് അലൈൻമെൻറ്റിലൂടെ നമ്മൾ കയറ്റി ആ അലൈൻമെൻറ്റിലേക്ക് ഇത് നമ്മൾ കയറ്റി വയ്ക്കുക. സിമ്പിൾ ടെക്നോളജിയാണ്. നമുക്കിത് വല്ലാണ്ട് റിസ്ക് ഒന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കത് ഊരി കൊണ്ട് മടക്കാനുള്ള കഴിയുന്ന കണ്ടീഷനാണ് നമ്മൾ ഈ സെറ്റിങ് നടത്തി. ഉണ്ടോ? ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു ഉണ്ടോ, ചവണ കറക്റ്റായി. ഇനി നമുക്കിതൊന്ന് ഗണ്ണ് വെച്ച് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് തട്ടലയിലേക്ക് കിടക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ലോഡ് ചെയ്ത് വയ്ക്കുക, കാഞ്ചി വലിക്കുക, സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അമ്പ് വയ്ക്കുന്നു. അമ്പ് നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ താഴത്തേക്ക് നിലത്തേക്ക് ആക്കിയിട്ട് വേണം അമ്പ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വെടി വെച്ച് നോക്കാം. നമുക്കിവിടെ നെക്സ്റ്റ് അടുത്ത് വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും എടുക്കുന്നുണ്ടാവും, അതിനകത്ത് ഉന്നം പിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അമ്പ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. നമ്മൾ കൊടുക്കുന്നത് അവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ പോലത്തെ കൊടുക്കുന്നത്, ആ ബോട്ടിലേക്ക് നമുക്ക് വെക്കാം. ഉണ്ടാ അമ്പ് നിൽക്കുന്നുണ്ടോ? ചെറിയ പോയിന്റ് മാറ്റുന്നുണ്ട്. കാരണം നമ്മളത് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാൻ ഉണ്ടാക്കി സാമ്പിൾ ഫസ്റ്റ് പരീക്ഷണങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. അത് നമ്മളെ ലെവലിലൊന്ന് അടിച്ചടിച്ച് അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഉണ്ടോ? അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇത് നമുക്ക് തെറ്റാലിലേക്ക് കിടക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് സെറ്റപ്പ് ആദ്യമായി സെറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് എങ്ങനെ അത് കറക്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തെറ്റാലിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക്
ഇത് ഊരി മാറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് ഫുള്ളായി ഊരി മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സൈഡ് മാത്രം ഊരുന്നു. ഊരി നേരെ അടിയിലൂടെ എടുത്ത് നമ്മളിത് ഇവിടെ അതേപോലെ കൊടുത്തിടുന്നു. അതുപോലെ കയറ്റിട്ടു അവിടെ കിടണം, അത് നമുക്ക് പ്രശ്നമുള്ളതല്ല. ഓക്കെ, അതിങ്ങനെ തൂങ്ങി കിടക്കും, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് തെറ്റാലിയുടെ റൂട്ടിലേക്ക് എടുക്കാം. ഇത് തെറ്റാലിയുടെ സെറ്റ് ചെയ്യാനുള്ള ആപ്പ്. ഇതാണ് തെറ്റാലിയുടെ രൂപം. ഉണ്ടോ, ഇതിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. അതിൻ്റെ ആ ചാണകയുടെ സെറ്റപ്പ് നമുക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. സൂം ചെയ്ത് കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ തെറ്റാലിയുടെ സെറ്റ്. ഏകദേശം സെൻറ്ററായി നമ്മൾ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇതാണ് ആ ആപ്പ് എടുത്ത് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും. ഇനി രണ്ടും കൂടി ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇത് കിട്ടുകയോ എന്ത് സാധനം എടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവം തെറ്റാലിയുടെ ഓക്കെ ചെയ്യണം. നമുക്കിതിനെ ലോക്ക് ചെയ്യണം. നമുക്ക് തെറ്റാലിയുടെ സാധനം നമ്മൾ വയ്ക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സെറ്റിങ് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ സെൻറ്ററിൽ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ കാഞ്ചിയിൽ ലോക്കാവുന്നതും ഇവിടെയാണ് അപ്പ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് നോക്കാം. നമ്മൾ വെച്ചു, കാഞ്ചിയുടെ ഈ തല പിടിച്ചു നമ്മൾ വളച്ച് വെച്ച് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തു. വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിങ് ചുറ്റിയിട്ട് ഇതിന് നമ്മൾ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ലെവലിലേക്ക് വരും. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ഒന്നും സോഫ്റ്റ് ആവും. സ്ലിപ്പിങ് വരാൻ പാടില്ലാണ്. അത് നൂരി പോന്നു, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിനെ ശരിക്കും ലോക്ക് ചെയ്യാം. തെറ്റാലി ശരിക്കും ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് ഇതിൻ്റെ പുറകിലൂടെ തന്നെ നമ്മൾ ഒരു റിങ് കൂടി ചുറ്റണം. അപ്പോഴാണ് ശരിക്കും വലിച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. നമ്മുടെ തെറ്റാലി സെറ്റ് ചെയ്ത് നോക്കിയാൽ ഈ സാധനം ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ തെറ്റാലിയുടെ സെറ്റപ്പ് ഓക്കെ. ഇനി നമുക്ക് തെറ്റാലി കൊണ്ടൊന്ന് വിടി വെച്ചോ. നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് ചെയ്യുന്നു, കാഞ്ചി വെച്ച് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അമ്പ് വെക്കണം. അമ്പൊരു കാരണവശാലും നമ്മളോട് വെക്കാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് ഈ സാധനം തൂങ്ങി കഴിക്കുന്ന എപ്പോഴും നമുക്കൊരു തടസ്സം. അപ്പോൾ നമ്മളൊരു സ്ക്രൂ എടുത്തു, ഇനി മുട്ടിലായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തു. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ ആ സാധനം നീസൊന്ന് കയറ്റി വയ്ക്കും. ലേശം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ടൈറ്റാക്കി നമുക്ക് ഈ ചാവണ എടുത്ത് നമ്മൾ ഇതിൽ ലോക്ക് ചെയ്ത് വയ്ക്കും. ഈ ചാവണ എടുത്ത് നമ്മൾ ഇതിൽ ലോക്ക് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒരു ഉപദ്രവമല്ല. ഓക്കെ, ഇത് നമുക്ക് അമ്പൊന്നും എടുത്ത് ഉപയോഗിക്കും. ഇങ്ങോട്ട് വരണം. ഒരു കാരണവശാലും അമ്പ് നമ്മളിതിൽ വെച്ചിട്ട് എഴുതി കൊടുക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഭയങ്കര അപകടമാണ്. അപ്പോൾ ആർക്കും പരിക്ക് പറ്റാം, എന്നും സംഭവിക്കാം. അപ്പോൾ അതൊന്നും പാടില്ല. അപ്പോൾ നമ്മളിതാ അമ്പ് വയ്ക്കാൻ പോകുന്നു. അമ്പ് വെച്ചു, ഇത് അടി പിടിച്ചു. ഇത് നമ്മൾ എപ്പോഴും സപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ്. എന്താ നമ്മൾ വെടി വയ്ക്കാൻ പോകുന്നു. കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് കുത്തിത്തെറിച്ച് പോകും. ഇനി അത് അത്രയും വലിയൊരു മരത്തിന് വെച്ച് നമുക്ക് ചെറിയൊരു പോയിന്റിലേക്ക് നോക്കാം. അടുത്തേക്ക് ആദ്യം നമ്മുടെ ഇതിൽ ചവണ വലിച്ച് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തു. ഇനി നമ്മൾ അമ്പ് വെക്കുന്നു. അമ്പ് വെച്ചു. ഇനി നമ്മൾ വെറുതെ ഉന്നം പഞ്ചിച്ചു. നമുക്ക് ആ പട്ടയിലേക്ക് വയ്ക്കാം. അത് താഴെ നമ്മൾ മരത്തിൻ്റെ ഒരുപാട് പട്ടകളുണ്ടാകും. അത് ആ ഒരു പട്ടയിലേക്ക് നമ്മൾ ഉന്നം പിടിക്കുന്നു. അടുത്ത് സൂമി കൊടുക്കും. കറക്റ്റ് നമ്മൾ അമ്പ് ആ നമ്മൾ വിചാരിച്ച സ്പോട്ടിൽ കറക്റ്റ് ഇവിടെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു സെൻറ്റിമീറ്റർ തയ്ച്ചില്ല, ആ കറക്റ്റ് അത്ര സ്പാർക്കിലേക്ക് കൊണ്ടുപോകും. ഇത് ഊരിയെടുക്കാനാണ് പാട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ.